ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. 2025 കലണ്ടർ ഇയർ നാളെ അവസാനിക്കുകയാണ്. ഇന്നലെ നല്ല വൊളാറ്റിലിറ്റിയാണ് ഗ്ലോബൽ മാർക്കറ്റുകളിൽ കണ്ടത്. പ്രത്യേകിച്ച് കമ്മോഡിറ്റി മാർക്കറ്റിൽ ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം ഈ കമ്മോഡിറ്റികളിലൊക്കെ 7% മുതൽ 18% വരെ പീക്കിൽ നിന്ന് ലോസ് രേഖപ്പെടുത്തിയൊരു ദിവസമാണ്. നല്ല വൊളാറ്റിലിറ്റി ആയിരുന്നു ഈ 3 കമ്മോഡിറ്റികളിലും. അതോടൊപ്പം തന്നെ മറ്റ് കമ്മോഡിറ്റികളും ഈ കമ്മോഡിറ്റികളുടെ ട്രെൻഡിനനുസരിച്ച് സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്നലെ ഗ്ലോബൽ മാർക്കറ്റുകളിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. സിൽവറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അറൗണ്ട് 17% പീക്കിൽ നിന്ന് താഴെ വന്നിരുന്നു. അതോടൊപ്പം ഗോൾഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അറൗണ്ട് 7% പീക്കിൽ നിന്ന് താഴെ വന്നിരുന്നു. ഒപ്പം പ്ലാറ്റിനം അറൗണ്ട് 18% പീക്കിൽ നിന്ന് താഴെ വന്നിരുന്നു. അതോടൊപ്പം തന്നെ കോപ്പറൊക്കെ ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തതിന് ശേഷം താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അലുമിനിയം ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മറ്റ് കമ്മോഡിറ്റികളെല്ലാം തന്നെ ഇന്നലെ സ്ലൈറ്റ്ലി വീക്കായിരുന്നു. അതേസമയം ഇന്ന് മോർണിംഗിൽ വീണ്ടും ഗോൾഡ് സ്ലൈറ്റ്ലി ബെറ്റർ ആണ്. $4,365 പെർ ഔൺസിനാണ് സ്പോട്ട് ഗോൾഡ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം സിൽവർ ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $73.95 പെർ ഔൺസിനാണ്. സിൽവറിൻ്റെയും ഗോൾഡിൻ്റെയും അതുപോലെ തന്നെ പ്ലാറ്റിനത്തിൻ്റെയും കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ US-ലത്തെ കോമക്സ് കമ്മോഡിറ്റി എക്സ്ചേഞ്ച് മാർജിൻ കൂട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആണ് ഇന്നലെ ഹ്യൂജ് വൊളാറ്റിലിറ്റിക്ക് കാരണം. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലാണ് ഈ ഈ കമ്മോഡിറ്റികളുടെയൊക്കെ പ്രൈസ് മുന്നേറിയിരുന്നത്. അതിൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങും കൂടി നമ്മൾ ഇന്നലെ സിൽവറിലും ഗോൾഡിലും പ്ലാറ്റിനത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. എന്നിരുന്നാലും ലോങ് ടൈം ട്രെൻഡ് പോസിറ്റീവ് ട്രെൻഡ് തന്നെ ആയിരിക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. അതോടൊപ്പം തന്നെ UBS ഗോൾഡ് പ്രൈസ് ടാർഗറ്റ് 2026 ക്വാർട്ടർ 3ലേക്ക് $5,000 ആണെന്ന് പെർ ഔൺസ് ഹിറ്റ് ചെയ്യുന്നതാണ് അവർ പറയുന്നത്. അതോടൊപ്പം തന്നെ US-ൽ വലിയ എക്കണോമിക് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ $5,400 പെർ ഔൺസ് വരെയൊക്കെ ഉയർന്നേക്കും എന്ന തരത്തിലുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റു ന്യൂസ് ഫ്ലോസ് പൊതുവെ നോക്കുകയാണെങ്കിൽ ചൈനയിൽ നിന്ന് വരാൻ പോകുന്ന ന്യൂസുകൾ തീർച്ചയായിട്ടും ചൈനീസ് ഗവൺമെൻറ് സ്റ്റിമുലസ് പാക്കേജ് ഒക്കെ അനൗൺസ് ചെയ്യുന്നു പറയുന്നുണ്ട്. ഇത് തീർച്ചയായിട്ടും മെറ്റൽ സ്റ്റോക്കുകൾക്ക് പ്രത്യേകിച്ച് അലുമിനിയം അതുപോലെ തന്നെ കോപ്പർ, സ്റ്റീൽ സ്റ്റോക്കുകളെ സംബന്ധിച്ചൊക്കെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് നൽകാൻ പോകുന്നത്. ഇന്നലെ ചൈനയിലെ അയൺ ഓർ പ്രൈസ് വീണ്ടും കൂടിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഒരു പക്ഷേ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിലും കണ്ടേക്കാം. ഇന്നലെ ഗ്ലോബൽ മാർക്കറ്റ് സിറ്റുവേഷൻ പൊതുവെ നോക്കുകയാണെങ്കിൽ സൗത്ത് കൊറിയൻ മാർക്കറ്റ് ഒഴികെ മറ്റെല്ലാ മാർക്കറ്റുകളും മെജോറിറ്റി മാർക്കറ്റുകളും വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അമേരിക്കൻ ഇൻഡെക്സുകളും താഴെയാണ്. അതേസമയം മൈക്രോൺ ചിപ്പ് മേക്കിംഗ് കമ്പനിയാണ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ആപ്പിളും ആൽഫബറ്റും ഇന്നലെ ബെറ്റർ ആയിരുന്നു. അതേസമയം എൻവിഡിയ, ടെസ്ല, മെറ്റാ പ്ലാറ്റ്ഫോം, ആമസോൺ, മൈക്രോസോഫ്റ്റ് ഈ ടെക്നോളജി സ്റ്റോക്കുകളിലെ താഴെയാണ് അമേരിക്കയിൽ ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ന് ഏഷ്യയിലത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ് എല്ലാ മാർക്കറ്റുകളും ഇന്ന് ട്രേഡ് ചെയ്യുന്നത്. നമ്മളും എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു മ്യൂട്ടഡ് ഓപ്പണിങ്ങും വൊളാറ്റിലിറ്റിയും തന്നെയാണ്. സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻസ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം IIP ഡാറ്റ വന്നിട്ടുണ്ട്. നവംബർ മാസത്തെ 6.7%, ഒക്ടോബറിൽ 4.5% മാനുഫാക്ചറിങ്ങിൽ വലിയ കുതിച്ചാട്ടാണ് നവംബർ മാസത്തിലുണ്ടായിരിക്കുന്നുള്ള റിപ്പോർട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതേസമയം ഇന്നലെയും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് സെല്ലേഴ്സ് ആണ്, ഡൊമസ്റ്റിക് ഫണ്ടുകൾ ബയേഴ്സ് ആണ്. SMB IPO ഓൺഗോയിങ് IPO നോക്കുകയാണെങ്കിൽ E2E ട്രാൻസ്പോർട്ടേഷൻ സെക്കൻഡ് ഡേ 125.58 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. റീറ്റെയിൽ പോർഷൻ 169.58 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. ഇന്നാണ് ലാസ്റ്റ് ഡേ. ഹ്യൂജ് ഓവർ സബ്സ്ക്രിപ്ഷൻ വരാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ സേഗാൾ ഇന്ത്യ സബ്സിഡിയറിക്ക് 1,089 കോടി രൂപയുടെ ഹൈവേ പ്രൊജക്റ്റ് കിട്ടിയിട്ടുണ്ട്. പോസിറ്റീവ് ന്യൂസാണ്. അതോടൊപ്പം തന്നെ BEL 569 കോടി രൂപയുടെ അഡീഷണൽ ഓർഡേഴ്സ് ബാഗ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഓർഡർ ഡിക്ലറേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള ഓർഡർ ബാഗിംഗ് ആണ്. ഒപ്പം ഗവൺമെൻറ് 79,000 കോടി രൂപയുടെ ഡിഫൻസ് പ്രൊഡക്റ്റുകൾ പ്രൊക്യൂർ ചെയ്യാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. മുമ്പ് എക്സ്പെക്ട് ചെയ്തിരുന്ന ന്യൂസ് തന്നെയാണ്. പൊതുവെ ടെക്നോളജി ഡിഫൻസ് സ്റ്റോക്കുകളെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസാണ്. അതുകൊണ്ട് തന്നെ ഭാരത് ഇലക്ട്രോണിക്സ്, ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ്, അതുപോലെ തന്നെ കൊച്ചിൻ ഷിപ്പ് യാർഡ്, GRSE, മസഗണ്ടോ ഒക്കെ, BHEL, ഡാറ്റ പാറ്റേൺസ്, സോളാർ ഇൻഡസ്ട്രീസ്,
അസ്ട്ര മൈക്രോവേവ്, അപ്പോളോ മൈക്രോ സിസ്റ്റംസ്, സെൻ ടെക്നോളജീസ്, BEML ഈ സ്റ്റോക്കുകളിലൊക്കെ ഒരു പക്ഷേ ഒരു പോസിറ്റീവ് റിയാക്ഷൻ എന്ന് കണ്ടേക്കാം, അല്ലെങ്കിൽ ലോവർ ലെവലിൽ നിന്നൊരു ബൈയിങ് ഒക്കെ കണ്ടേക്കാം. ഒപ്പം ക്യൂപ്പിഡ് സൗദി അറേബ്യയിൽ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് സെറ്റപ്പ് ചെയ്യാണ്, പോസിറ്റീവ് ന്യൂസാണ്. ഡെക്കാൻ ഗോൾഡ് മൈൻ 80 രൂപ പെർ ഷെയർ പ്രെഫറൻഷ്യൽ അലോട്ട്മെൻറ്റ് വരുന്നുണ്ട്. ഡെക്കാൻ ഗോൾഡ് മൈൻ കിർഗിസ്ഥാനിലും അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള ഗോൾഡ് മൈനിലൊക്കെ ട്രയൽ പ്രൊഡക്ഷനൊക്കെ ആരംഭിച്ചിരുന്നു, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ആരംഭിക്കുന്നതാണ് പറയുന്നത് ഇമീഡിയറ്റ് ആയിട്ട്. നീരജ് സിമെൻറ്റ് 2 ഓർഡേഴ്സ് ബാഗ് ചെയ്തിട്ടുണ്ട്, 96.1 കോടി രൂപ, അതുപോലെ തന്നെ 36.9 കോടി രൂപയ്ക്കുള്ള 2 ഓർഡേഴ്സാണ്. നൊവേലീസ് ഹിൻഡാൽക്കോൻ്റെ സബ്സിഡിയറിയാണ്, $150 പെർ ഷെയർ ആയിട്ട് 50 ലക്ഷം ഷെയർ AV മിനറൽസിന് സെല് ചെയ്തിട്ടുണ്ട്. ഈ വാല്യുവേഷൻ നോക്കുകയാണെങ്കിൽ ഹ്യൂജ് പ്രോഫിറ്റാണ് ഈ അക്വിസിഷന് ശേഷം നൊവേലീസിൽ നിന്ന് ഹിൻഡാൽക്കോയ്ക്ക് ലഭിക്കാൻ പോകുന്നത്. വളരെ പോസിറ്റീവായിട്ട് ന്യൂസാണ് ലോങ് റണ്ണിൽ ഹിൻഡാൽക്കോനെ സംബന്ധിച്ച്. RVNL 201 കോടി രൂപയുടെ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ന്യൂസ് ഫ്ലോസ് പൊതുവെ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഓസ്ട്രേലിയ എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ട്രേഡ് അഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഗുഡ്സിന്മേലും 100% എക്സംഷനാണ്, 100% എക്സംഷനാണ്. 0 ഡ്യൂട്ടിയിൽ നമ്മൾക്ക് ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സിന് ഓസ്ട്രേലിയയിലേക്ക് ഗുഡ്സുകൾ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ പോസിറ്റീവ് ന്യൂസാണ് ഇന്ത്യനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. അമേരിക്ക നമ്മുടെ ഇമ്പോർട്ടിന്മേൽ താരിഫ് ഇമ്പോസ് ചെയ്യുന്നു, അതേസമയം മറ്റ് രാജ്യങ്ങളെല്ലാം തന്നെ താരിഫ് എടുത്തു കളയുന്നു. വളരെ പോസിറ്റീവ് ന്യൂസാണ് ഇന്ത്യനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. ഇന്നലെ പ്രൊമോട്ടേഴ്സ് ബൈ ചെയ്തിട്ടുള്ള സ്റ്റോക്ക് ബജാജ് ഫൈനാൻസ്, അതുപോലെ തന്നെ ഷോപ്പേഴ്സ് സ്റ്റോക്ക്, അൾട്രാ മറൈൻ പിഗ്മെൻറ്റ്സ്, ഈ 3 കമ്പനികളിലാണ് പ്രൊമോട്ടേഴ്സ് ബൈ ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ജോൺ കോക്കറിൽ ഇന്നലെയും സെല് ചെയ്തിട്ടുണ്ട്. പ്രൊമോട്ടർ സ്റ്റേക്ക് 75-ൽ നിന്ന് 70.92% താഴെ വന്നിരിക്കുകയാണ്. പക്ഷേ ഈ സെല്ലിംഗ് ഒരു പോസിറ്റീവ് ന്യൂസാണ് ജോൺ കോക്കറിലിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. റിലയൻസ് ബ്രിട്ടീഷ് പെട്രോളിയം, ഇവർ ഗവൺമെൻറ്റിന് $30 ബില്യൺ കൊടുക്കണമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പല പത്രങ്ങളിലും കണ്ടിരുന്നു. പക്ഷേ ഇത് 14 വർഷമായിട്ടുള്ള ആർബിട്രേഷൻ പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ട് ഒരു കോർട്ട് കേസൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ വെർഡിക്റ്റ് ഒന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടുകളെല്ലാം തന്നെ ഫാൾസ് ആണ്. റിലയൻസും അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഇറക്കിയിട്ടുണ്ട്. സുപ്രീം കോടതിയിലാണ് കേസുള്ളത്. അതിൻ്റെ വെർഡിക്റ്റ് വന്നതിന് ശേഷമാണ് ഇതിനെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും പറയാനായിട്ട് സാധിക്കുള്ളൂ. ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. ഏഷ്യൻ മാർക്കറ്റുകൾ ഒരു മ്യൂട്ടഡ് സെൻറ്റിമെൻ്റ് ആണ്, അല്ലെങ്കിൽ ഫ്ലാറ്റ് ട്രെൻഡിലാണ് ട്രേഡ് ചെയ്യുന്നത്. 2025 ഇയർ എൻഡാണ്. ജനുവരി 1-ന് ഓൾമോസ്റ്റ് എല്ലാ മാർക്കറ്റുകൾക്കും അവധിയാണ്. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റുകൾ അന്നും പ്രവർത്തിക്കും. അതുകൊണ്ട് തന്നെ സ്ലഗിഷ് ആക്ടിവിറ്റിയാണ് നമ്മൾ ഈ ആഴ്ചയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.